നമ്മൾ നഴ്സറിയിൽ നിന്നൊക്കെ പൂച്ചെടികളൊക്കെ വാങ്ങിച്ച് വയ്ക്കുമ്പോഴേ ചിലപ്പോൾ അങ്ങനെ നശിച്ചു പോകാറുണ്ടല്ലേ. അതിൻ്റെ ഒരു കാരണം ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, ഈ ദിവസമാണ് നമ്മൾ അറിയാതെ ചെടിയിലിരിക്കും, ആ ചെടിയുടെ വേരിന് വളരാൻ പറ്റാതെ വരും. അപ്പോൾ ഒരു ചെടി നമ്മൾ റീപോർട്ട് ചെയ്യുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇത് നമുക്കറിയില്ല, ഫൈക്കസ് ട്രയാങ്കുലാരിസ് എന്ന് പറയുന്ന നല്ല മനോഹരമായ ഒരു പ്ലാന്റാണിത്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണാൻ. പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഇലകളൊക്കെ കുറച്ച് കൊഴിഞ്ഞ് കിടപ്പുണ്ട്. ഈ പ്ലാന്റിന് എന്തോ ഒരു സ്ട്രെസ് ഉണ്ടെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഞാനിത് വാങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. പക്ഷേ ഇപ്പം തന്നെ ഇത് മാറ്റിയില്ലെങ്കിൽ ഈ ചെടി ചിലപ്പോൾ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിത് ഇതിനകത്തൊന്ന് എടുത്ത് നമുക്ക് നോക്കാം, എന്താണ് ഇതിനകത്തുനിന്ന് സംഭവം നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിന് മണ്ണ് കുറച്ച് ഞാനിന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, ഒരു കളിമണ്ണ് പോലത്തെ മണ്ണുണ്ട്, അതിരുന്ന് നമ്മുടെ ചെടിയുടെ വേര് നന്നായിട്ട് വളരാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് നീക്കണം. പക്ഷേ വേരൊട്ടും പോകാത്ത, വേരിനൊരു കേടും വരാത്ത രീതിയിൽ വേണം നമ്മൾ നീക്കി കൊടുക്കാനായിട്ട്. നനവില്ലെങ്കിൽ നനച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വേര് പൊട്ടിപ്പോവും. ഇത് കണ്ടോ, ഇതിന് ഇടയ്ക്ക് ഒരു സംഭവം ഇരിപ്പുണ്ട്. അത് നമുക്ക് ഇപ്പോൾ ചില ചെടി ചിലത് നമ്മൾ കാണില്ല. ഇതൊന്ന് അല്പം ഒന്ന് മണ്ണ് മാറ്റിയപ്പോൾ നമുക്കൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എന്താ പറയുക, ഒരു പോട്ടാണത്, കറുത്ത ഒരു നിറം നമുക്ക് കാണാം. കണ്ടോ, ഇതാണ് മണ്ണും കണ്ടില്ലേ. ഇതാണ് ഈ പറഞ്ഞ സംഭവം. ഈ സംഭവം ഇങ്ങനെ ഇരുന്നാൽ നമ്മുടെ ചെടി നശിച്ചു പോകും. കാരണം ഇത് പ്ലാസ്റ്റിക്കാണ്. ഈ ചെടിക്ക് നന്നായിട്ട്, എൻ്റെ തണ്ടിന് നന്നായിട്ട് വളരാൻ പറ്റില്ല. അപ്പോൾ ഇത് നമ്മൾ നീക്കിക്കളയണം. അത് മാറ്റുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മാറ്റാനായിട്ട്. വെറുതെ അങ്ങോട്ട് വലിച്ചു ഊരിയെടുത്താൽ ചെടിയുടെ വേര് പോവും, അതോടുകൂടി നമ്മുടെ പ്ലാന്റ് നശിച്ചു പോകും. അപ്പോൾ പതുക്കെ നമ്മളത് ഒന്ന് കട്ട് ചെയ്ത്, അതൊക്കെ കത്രികയും കൊണ്ട് വേര് പൊട്ടാത്ത രീതിയിൽ അത് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. കണ്ടോ, ഞാനത് പതുക്കെ കട്ട് ചെയ്ത് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വേരിനൊക്കെ ചെറിയ ക്ഷീണം പറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഇതെന്നാണ് ഇത് പോട്ട് ചെയ്തെന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ ദൂരെ നിന്നൊക്കെ വരുന്നതായിരിക്കും. ഇത് നമ്മുടെ കൈ കിട്ടുമ്പോൾ ചിലപ്പോൾ കുറേ സമയമെടുക്കും. അപ്പോൾ ഇത് നമ്മൾ പതുക്കെ ഒന്ന് ഊരി മാറ്റുന്നുണ്ട്. കണ്ടോ, ഇതാണ് ആ പോട്ട്. കണ്ടില്ലേ, ഇതിരുന്ന് നമ്മുടെ ചെടിക്ക് വളരാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും ഏത് ചെടി വാങ്ങിയാലും ഈ സംഭവം ഇരിപ്പുണ്ടോയെന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ചെടി വേറെ ഒന്ന് റീപോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ വേരൊന്നും പൊട്ടിപ്പോകാതെ തന്നെ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, കളിമണ്ണ് പോലത്തെ മണ്ണിങ്ങനെ കുഴഞ്ഞതിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇന്നൊരു പാത്രത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. കഴുകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ചെളി മണ്ണായതുകൊണ്ട് ഞാനൊന്ന് പതുക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നുണ്ട്. ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മുക്കി കൊടുത്താൽ മതി. അല്പം സൂഡോമോണസ് അല്ലെങ്കിൽ സാഫോ ഒന്ന് കലക്കിയ ഒരു വെള്ളത്തിലൊന്ന് ഒരു 5 മിനിറ്റ് മുക്കി വയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി പോട്ടി മിക്സ് എടുക്കാം. പോട്ടി മിക്സ് നമുക്കറിയാമല്ലോ, മണൽ, പിന്നെ ചാണകപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്, പിന്നെ അല്പം എല്ലുപൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒരു കാരണവശാലും കെട്ടി നിൽക്കരുത്. അപ്പോൾ നമ്മൾ ഇത്തിരി ലൂസായിട്ടുള്ള പോട്ടി മിക്സ് വേണം ഇതിനെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇനി നമുക്ക് ബാക്കി മണ്ണും കൂടെ ഫില്ല് ചെയ്തിട്ട് ചെടിയൊന്ന് നട്ട് വയ്ക്കാം. അപ്പോൾ ഈ എന്താ പറയുക, ചെടികളൊക്കെ ആദ്യമൊക്കെ മേടിച്ച് വളർത്തുന്നവർക്ക് ഇത് അറിയാൻ പാടില്ലായിരിക്കും. എനിക്കിങ്ങനെ പല ചെടികളും ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്, ഇതിങ്ങനെ കണ്ടെത്താൻ പറ്റാതെ. അപ്പോൾ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും നഴ്സറിയിൽ നിന്ന് എപ്പോൾ ചെടി വാങ്ങിയാലും ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊന്ന് റീപോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. സബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.